ഹയാൽ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്യാമ അങ്ങനെ മാറ്റി ഒരുങ്ങി വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ്. ആ അമ്പലത്തിൽ പാട്ട് പാടിയിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഇറങ്ങിപ്പോക്കൽ നമ്മുടെ അമൃതേടത്തി അങ്ങ് തടയാണ്. അമൃതേടത്തി പറയുന്നുണ്ട് ഞാനും കൂടെ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അമൃതേടത്തി തടയുന്നുണ്ട്. പക്ഷേ ശ്യാമ ഇങ്ങനെ പറയുന്ന സംസാരങ്ങളൊക്കെ കേട്ടിട്ട് അമൃതേടത്തിക്ക് പേടിയാണ് തോന്നുന്നത്. കാരണം ജീവിതം അവസാനിക്കുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്ത് തീർക്കണം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ശ്യാമ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ സ്വത്ത് വകകളൊക്കെ വിൽപത്രത്തിൽ എഴുതി വെച്ചും ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ രാധയ്ക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുള്ള ഈ ഒരു സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അമൃതേടത്തി പേടിയാവുന്നുണ്ട്. അമൃതേടത്തി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ശ്യാമനെ ഒറ്റക്ക് വിടത്തില്ല. കാരണം ശ്യാമ പറഞ്ഞു ഞാൻ ശ്യാമയുടെ അമ്മയായിട്ടൊക്കെ ഒരുപാട് ശകാരിച്ചു, സ്വന്തം ബന്ധുവായിട്ട് അനിയത്തിയായിട്ട് ഒക്കെ നിന്നു എന്ന്. അതൊന്നും എനിക്ക് സ്വത്തോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു അഹങ്കാരത്തിന് ഒന്നും വേണ്ടിയിട്ടല്ലായിരുന്നു. എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ടൊരു സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിന്നോട് ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശ്യാമനെ ഒറ്റക്ക് ഇവിടുന്ന് വിടത്തില്ല. ഇതിന് മുന്നേ എല്ലാം എവിടെ പോകുകയാണെങ്കിലും ശ്യാമ എന്നോട് പറയായിരുന്നു. ഈ യാത്ര മാത്രമാണ് ശ്യാമ എന്നോട് പറയാത്തത്. അത് എന്താണ് എന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ അമൃതേടത്തി അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എൻ്റെ ഏടത്തി ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സാധാരണ പോലെ ഒരു ദിവസമാണ്. ഇന്നലെ പോലത്തെ അതോ മുന്നേ കഴിഞ്ഞ ദിവസങ്ങൾ പോലത്തെ ഉള്ള ഒരു ദിവസം തന്നെയാണ്. അല്ലാതെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഒരു വെപ്രാളത്തിൽ അല്ലെങ്കിൽ ഒരു ഉള്ളിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് കരച്ചിൽ വരുന്ന ആ ഒരു ഫീലിങ്ങിലാണ് ശ്യാമ സംസാരിക്കുന്നത്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഏടത്തി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ഈ യാത്രയിൽ എനിക്ക് ഒറ്റക്ക് പോകണം എന്നാണ് എനിക്ക് തോന്നിയത്. മുന്നേയുള്ള യാത്രകളെല്ലാം ഞാൻ ഏടത്തിനോട് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഈ യാത്ര ഇത് ഏടത്തി വരണ്ട, ഞാൻ അവനെ ഒറ്റക്ക് പോയിക്കോളാം, ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്നൊക്കെ അങ്ങനെ ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അമൃതേടത്തിനോട് പറയണ്ട ഏടത്തിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ചെയ്തോളൂ, ഏടത്തി പൊക്കോളൂ, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു അലമാരയിൽ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വെറുതെ ഈ ഏടത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തിരക്കിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്യാമ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അമൃതേടത്തിക്കാണെങ്കിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ട്. അമൃതേടത്തി വേഗം അവിടുന്ന് പൂജാമുറി കൂടുകയാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട് സോറി, എനിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട്, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമ ഇങ്ങനെ ചിന്തിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അമൃതേടത്തി വേഗം ആ ഒരു പൂജാമുറിയിൽ പോയിട്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ശ്യാമ എന്തായിരുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചോന്നും എനിക്കറിയില്ല, പക്ഷേ അത് എന്തായാലും ശ്യാമക്ക് നല്ലത് വരുത്തണേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ അമൃതേടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് പിന്നെ അമൃതേടത്തി അങ്ങ് വിചാരിക്കാണ് പെട്ടെന്ന് തന്നെ വർണ്ണേനും രാധയ്ക്കും അങ്ങ് വിളിച്ചിട്ട് കാര്യം പറയാം. ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ശ്യാമ ബിഹേവ് ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ വേഗം വർണ്ണേനെ വിളിച്ചിട്ട് കാര്യം പറയണം എന്നൊക്കെ വിചാരിച്ച് വർണ്ണേന് ഫോൺ ചെയ്യാണ്. വർണ്ണന് ഫോൺ ചെയ്തിട്ടാണെങ്കിൽ എത്രയായിട്ടും ഫോൺ എടുക്കുന്നില്ല. അമൃതേടത്തി വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വർണ്ണൻ്റെ ഫോണിലേക്ക് അങ്ങ് കോൾ എത്തുന്നില്ല. പക്ഷേ വീട്ടിൽ കണിമംഗലത്താണെങ്കിൽ വർണ്ണ അവിടെ റൂമിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാധിക വന്നിട്ട് വർണ്ണനോട് ചോദിക്കുന്നുണ്ട് അല്ല നമുക്ക് പെട്ടെന്ന് പോവല്ലേ അമ്പലത്തിലേക്ക്, ഞാൻ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ്, നമുക്ക് എന്നിട്ട് അമ്മയ്ക്ക് നമുക്ക് വിളിച്ചിട്ട് വേഗം അമ്പലത്തിൽ വരാൻ പറയാം, നമുക്കതൊരു സർപ്രൈസ് ആയിരിക്കും, എന്തായാലും ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന ആ ഭഗവാന്റെ മുന്നിൽ നിന്ന് ആയിരിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് ആ അമ്പലത്തിലേക്ക്. വരണ പറയുന്നുണ്ട് ഓക്കെ ഞാൻ വിളിച്ച് നോക്കാം, എന്നിട്ട് പെട്ടെന്ന് ശ്യാമനോട് അങ്ങോട്ട് വരാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ശ്യാമക്ക് വിളിച്ചിട്ട് ശ്യാമ ഫോൺ എടുക്കുന്നതന്നെയില്ല. അപ്പോൾ പിന്നെ ഇവൾ പറയുന്നുണ്ട് എന്നാൽ പിന്നെ അമൃതേടത്തിക്ക് അങ്ങ് വിളിച്ച് നോക്കുക, അമൃതേടത്തി ഫോൺ എടുത്തോളൂ എന്നൊക്കെ പറയുമ്പോൾ അമൃതേടത്തിക്ക് വിളിക്കുന്ന സമയത്ത് അമൃതേടത്തി ആണെങ്കിൽ ആ ഫോണും കൈ പിടിച്ച് നിൽക്കണം. അപ്പോൾ അമൃതേടത്തി പെട്ടെന്ന് തന്നെ ഈ വർണ്ണൻ്റെ ഫോൺ കാണുമ്പോൾ തന്നെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ വർണ്ണനോട് പറയുന്നുണ്ട് വർണ്ണ ഞാൻ ഇനി എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വർണ്ണനോട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. ഈ ശ്യാമ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. ഇന്നലെ രാത്രി തന്നെ ഒരു ലോയറെ കൊണ്ടുവന്നിട്ട് അവളുടെ സ്വത്തുക്കളൊക്കെ വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് രാധയ്ക്കും കൊടുക്കണമെന്നും പിന്നെ കുറച്ച് അനാഥാലയത്തിനൊക്കെ എഴുതി വെച്ച് ഇങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് അവൾ ബിഹേവ് ചെയ്യാണ്. ഇതുവരെ ഇതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒന്നും ബിഹേവ് ചെയ്തിട്ടില്ല. പോരാതെ തന്നെ അവളെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം രാധയ്ക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ മുൻകൂട്ടി കരുതി ചെയ്യുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്ന വരണം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ രാധിക ഇത് കേട്ട് ഭയങ്കരമായിട്ട് ടെൻഷനാവണം. അപ്പോൾ രാധിക പറയുന്നുണ്ട് ഏടത്തി ഞാൻ വിചാരിച്ചത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അപ്പോഴത്തെ ആ ഒരു സങ്കടത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര മനമാറ്റമുണ്ട്, അമ്മയുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ എനിക്ക് തോന്നി. എനിക്ക് എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ഇവിടെ അമ്പലത്തിലേക്ക് വരാൻ പറയായിരുന്നു. അവിടുന്ന് എനിക്ക് എൻ്റെ അമ്മനെ സ്വന്തം അമ്മയെന്ന് വിളിക്കാനൊക്കെ ഞാനിങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ വിളിച്ചത്, പക്ഷേ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഏടത്തി പറഞ്ഞിട്ട് എൻ്റെ പൊന്നു മോളെ നിനക്ക് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഒന്ന് പറഞ്ഞുവിട്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ശ്യാമയുടെ അടുത്തൊക്കെ പൊക്കോ,
ശ്യാമേൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ വരുണ് നമ്മുടെ അമൃതത്തിനോട് പറയണം. അപ്പോൾ അമൃതത്തി ഓക്കെ, ഈ വാർത്ത കണ്ടാൽ അവൾക്ക് എന്തായാലും സന്തോഷമാകും. അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് തന്നെ ഈ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം മകളെ അമ്മയായിട്ട് അംഗീകരിച്ച് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവളോട് പോയി പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ശ്യാമയുടെ അടുത്തേക്ക് ഓടുന്ന സമയത്ത് ശ്യാമയാണെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി ആ കാറിൽ അങ്ങ് കയറി പോവുകയാണ്. ഇത് കണ്ടിട്ട് അമൃതത്തി പിന്നാലെ ഓടുന്നുണ്ട്. ശ്യാമ ഒന്ന് നിൽക്ക് ശ്യാമ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ ഓടുകയാണ്. പക്ഷേ ഒന്നും ഒരു പ്രയോജനമില്ല. അവളങ്ങനെ ആ കാറിൽ അങ്ങ് കയറി പോവാണ്. അവരാണെങ്കിൽ ഗേറ്റ് വരെ പിന്നാലെ ഓടുന്നുണ്ട്. ശ്യാമയെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാർത്ത എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൾ അതിൽ നിന്ന് പിന്തിരിയും എന്നുള്ള നല്ലൊരു ഉറപ്പ് എന്തായാലും അമൃതത്തിക്ക് ഉണ്ട്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞ ശേഷം വരണോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ശ്യാമ പോയി കഴിഞ്ഞ് ശ്യാമ നിന്നില്ല, ഞാൻ ഒരുപാട് വിളിച്ചു, ശ്യാമ അറിഞ്ഞില്ല, രാധിക തന്നെ അംഗീകരിക്കില്ല എന്നുള്ള ഒരൊറ്റ കാരണം മതി ഈ ശ്യാമക്ക് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി എനിക്ക് ആകെ പേടിയാവുന്ന വരുന്നത്, എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അമൃതത്തെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും നിങ്ങൾ എങ്ങോട്ട് പോയതെന്ന് വല്ല സൂചനയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമൃതേച്ചി പറയുന്നുണ്ട്, രാവിലെ ഇങ്ങനെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു. ആ പൂജാരിക്കൊക്കെ വിളിച്ച് കാര്യം പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പൂജാരിനോട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ രാവിലെ വിളിച്ച് പറയുന്നുണ്ട്. എന്നോടാണെങ്കിൽ അങ്ങനെ മുൻകൂറായിട്ട് പറഞ്ഞിട്ടുമില്ല, എന്തായാലും അങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വരുണിനോട് പറയണം. അപ്പോൾ വരും പറയുന്നുണ്ട്, എന്നാൽ വേഗം ആ പൂജാരിക്ക് ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ പറ, ആ സമയം കൊണ്ട് എന്തായാലും ഞാൻ രാധികം പെട്ടെന്ന് തന്നെ ആ അമ്പലത്തിലേക്ക് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ വെക്കണം. അപ്പം അമൃതത്തിൽ പറഞ്ഞത്, എന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടെ എത്തി, ശ്യാമ മരുന്ന് കഴിക്കുന്നതിന് മുന്നേ തന്നെ, ശ്യാമയുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അവിടെ എത്തണം, അല്ലെങ്കിൽ എൻ്റെ ശ്യാമയുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് തന്നെ അമൃതത്തിൽ സംസാരിക്കണം. അപ്പോൾ ഇവരാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് രാധികയും ഭയങ്കര ടെൻഷനാണ്. ഇവരും അവങ്ങ് പിന്നാലെ അങ്ങ് വെച്ച് പിടിക്കാണ്. അപ്പോൾ ശ്യാമയാണെങ്കിൽ ശ്യാമ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അമ്പലത്തിലാണെങ്കിൽ ആളുകളൊക്കെ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും ശ്യാമ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആളുകളൊക്കെ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് ശ്യാമയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ശ്യാമയുടെ ആ നാട്ടുകാരാണ്. അപ്പോൾ ശ്യാമ കഴിഞ്ഞു പോയ ആ കുട്ടിക്കാലത്ത് അവർ കണ്ട് പരിചയമുള്ള ആളുകളൊക്കെയാണ് അവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ പൂജാരി അവിടുത്തെ ആ ഒരു സെക്രട്ടറിനോട് പറയുന്നുണ്ട്, ആ അമ്പല കമ്മിറ്റി സെക്രട്ടറി ഈ പൂജാരി ഇങ്ങനെ സംസാരിക്കണം, എന്തായാലും ശ്യാമ രാവിലെ പെട്ടെന്ന് വരുന്നുണ്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒന്നും തയ്യാറാക്കാനൊന്നും ടൈം കിട്ടിയില്ല, എന്തായാലും ഒരുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫ്ലക്സുകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത്രയും അലങ്കാരമൊക്കെ മതിയാകും. എന്തായാലും ശ്യാമ ഇങ്ങോട്ട് വരികയല്ലേ, അവരൊരു ഭക്തിഗാനം പാടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടുന്ന് ഒരു പാട്ട് ആലപിക്കുന്നതൊക്കെ നമുക്ക് ആസ്വദിക്കാം എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ശ്യാമക്ക് വിളിക്കുകയാണ് ഇവർ, എന്താ ശ്യാമ ഇതുവരെ എത്താത്ത, എവിടെ എത്തി എന്നൊക്കെ വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൂജാരി അങ്ങ് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ശ്യാമ അങ്ങനെ വയ്യൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നത്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ അവിടെ എത്തും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവർ അങ്ങനെ കാത്തിരുന്ന് അവസാനം ശ്യാമ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്യാമ അമ്പലത്തിൽ എത്തിയിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ആളുകളൊക്കെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഭയങ്കരമായിട്ട് പരിചയപ്പെടുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ ഉണ്ട്. ശ്യാമ ചുറ്റും നോക്കുന്ന സമയത്ത് ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ അമ്പലവാസികളൊക്കെ ഇതൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്തിനാണ് ഇത്രയൊക്കെ അലങ്കരിച്ചത്, ഇത് എൻ്റെ വീടല്ലേ, ഞാനിവിടെ അല്ലേ ജനിച്ച് വളർന്നത്, അപ്പോൾ പിന്നെ ഇങ്ങനെ അലങ്കരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സെക്രട്ടറി പറയുന്നുണ്ട്, അത് പിന്നെ രാവിലെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഡെക്കറേഷനൊന്നും കഴിഞ്ഞില്ല, എന്നാലും ശ്യാമയല്ലേ വരുന്നത്, അപ്പോൾ കുറച്ചൊക്കെ ഒരു ഡെക്കറേഷൻ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അങ്ങനെ കുശലം സംസാരിക്കാണ്. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു സ്ത്രീയൊക്കെ ഇങ്ങനെ ഈ ശ്യാമനോട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത്, എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, പിന്നല്ലാതെ കുട്ടിക്കാലത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടെ അല്ല പോയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ ആ ഒരു പഴയ കാല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട്, എന്തായാലും നമുക്ക് പാട്ട് പാടാൻ അവിടേക്ക് ആ ഒരു നടയിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എല്ലാവരും കൂടിയിട്ട് ആ നടയിലേക്ക് അങ്ങനെ പോവാണ്. അപ്പോൾ നടയിലെത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ശ്യാമ ഇങ്ങനെ കണ്ണെടുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ ഞാൻ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ പാട്ട് പാടി കഴിഞ്ഞാൽ എന്തായാലും ശ്യാമ ആ പിൽസ് കഴിച്ച് മരിക്കാൻ പോവുകയാണ് എന്ന് അവൾ അങ്ങ് ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ്. പിന്നെ നമ്മുടെ സുകുമാരി മുത്തശ്ശീനെയും പ്രിയങ്കയുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. സുകുമാരി മുത്തശ്ശിയും അവരാണെങ്കിൽ ആ ജയിൽ യൂണിഫോമൊക്കെ ഇട്ട് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ 2 വനിതാ പോലീസുകാർ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ സെല്ലിലടക്കാൻ പോകണം. അപ്പോൾ സെല്ലിൽ നോക്കുകയാണെങ്കിൽ ഒരു 2-3 സ്ത്രീകളുണ്ട്. അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നക്കാരിയാണ് എന്നുള്ള ആ ഒരു ലുക്കൊക്കെ ഉള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള 2 സ്ത്രീകളാണ്, 2-3 സ്ത്രീകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ കണ്ടിട്ട് നമ്മൾ സുകുമാരിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. അപ്പോൾ സുകുമാരിക്ക് അവരുടെ ഈഗോ അങ്ങ് വർക്കൗട്ട് ആവുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യേ ഇവന്മാരുടെ കൂടെയാണ് ഞങ്ങൾ കിടത്താൻ പോകുന്നത്, അയ്യേ ഞങ്ങൾ ഇവരുടെ കൂടെ ഒന്നും കിടത്തില്ല, ഞങ്ങൾക്ക് വേറെ റൂം വേണം എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരിനോട് പറയണേ. അപ്പോൾ ഈ പോലീസുകാർ പറയുന്നുണ്ട്,
അയ്യടാ നിങ്ങൾക്കേ വേണമെങ്കിൽ ഹോട്ടൽ റൂം തരാം എന്നൊക്കെ ഇങ്ങനെ ഈ പോലീസുകാരെ അങ്ങ് കളിയാക്കി അവരോട് തിരിച്ചങ്ങ് സംസാരിക്കാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയണ്ടേ, അതേ ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് വളർന്ന കുടുംബത്തിലുള്ളവരാണ്. എൻ്റെ മോള് വലിയ സിനിമാ നടിയാണ്, എന്നിട്ട് ഇവന്മാരുടെ കൂടെ ഒന്നും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി അഹങ്കാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ക്യാരക്ടർ കണ്ടിട്ട് തന്നെ ആ പോലീസുകാർക്കൊക്കെ നല്ല കാര്യം പിടികിട്ടിയിട്ടുണ്ട്, ഇത് ഏത് ടൈപ്പ് സ്ത്രീയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ ഈ പോലീസുകാർ പറയുന്നുണ്ട്, അല്ല നിങ്ങളിവിടെ വന്നത് വലിയ നല്ല പുണ്യകർമ്മം ചെയ്തിട്ടൊന്നും അല്ലല്ലോ, നല്ല കുടുംബത്തിൽ ജനിച്ചവരാണെന്ന് നന്നായിട്ട് മനസ്സിലായി. അതും ലഹരി കേസല്ലേ, അതും നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ 2 പേരാണ്. നിന്ന് വലിയ നല്ല പിള്ള ചമയുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പോലീസുകാരെ അങ്ങനെ അവരോട് കയർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ സുകുമാരിയുടെ വായടക്കാണ്. കാരണം ഈ സുകുമാരിക്കൊന്നും പറയാനല്ല. പക്ഷേ സുകുമാരി പറയുന്നുണ്ട്, അതേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല അതൊക്കെ ഒരു കള്ളക്കേസാണെന്ന്, ഞങ്ങളങ്ങനെയുള്ള ടൈപ്പൊന്നും അല്ല, ഞങ്ങൾ ഈ കള്ളക്കേസ് കുടുങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയാണ്. അവൻ പോലീസുകാർ പറയുന്നുണ്ട്, ഇവിടെ വരുന്ന എല്ലാവരും പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണിത്, ഞങ്ങൾ കള്ളക്കേസ് കുടുങ്ങിയതാണ് എന്നൊക്കെ. അതുകൊണ്ടേ മിണ്ടാതെ ഇരുന്നോണം, ഈ റൂമിൽ തന്നെ നിങ്ങൾ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ സെല്ല് തുറന്നിട്ട് അവരെ അങ്ങ് അകത്തേക്ക് കയറ്റാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശിയുടെ ഈ ക്യാരക്ടറും ബിഹേവിയറൊക്കെ കണ്ടിട്ട് ആ പോലീസുകാർ ആ ഉള്ളിലുള്ള ആ ചട്ടമ്പി സ്ത്രീകളോട് ഇങ്ങനെ പറയുന്നുണ്ട്, അലിസേ ഇവരെ അങ്ങ് നന്നായിട്ട് അങ്ങ് പെരുമാറിക്കോട്ടോ, നന്നായിട്ട് സ്വീകരിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ പെണ്ണാണെങ്കിൽ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കൊടുത്തോ എന്നുള്ളൊരർത്ഥത്തിലാണ് ആ പോലീസുകാർ അവരോട് അങ്ങ് സംസാരിച്ചത്. സുകുമാരി മുത്തശ്ശി ഇങ്ങനെ ഒരു പേടിയൊന്നും ഇല്ലാതെ അങ്ങ് കയറി ചെല്ലാണ്. പക്ഷേ നമ്മുടെ പ്രിയങ്കയ്ക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളുടെ ആ ഒരു രൂപവും മട്ടും ആ ഒരു നോട്ടമൊക്കെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ചെറുതായിട്ട് ഇങ്ങനെ പേടിയൊക്കെ വരികയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ സെല്ലടച്ച് പോവുകയും ചെയ്തു. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഞങ്ങളെ ഇങ്ങനെ തുറച്ച് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഒന്നുമില്ല ഞങ്ങളിങ്ങനെ വെറുതെ നോക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, ഞങ്ങളെ നല്ല അന്തസ്സുള്ള തറവാട്ട് പറഞ്ഞവരാ, നിങ്ങളെപ്പോലെയുള്ളവരൊന്നും അല്ല, ഞങ്ങൾക്ക് ഇവിടെയൊന്നും അല്ല നിൽക്കേണ്ട അവസ്ഥയുള്ളത്, പിന്നെ ഞങ്ങൾ ഇവരെ കള്ളക്കേസ് വന്ന് കുടുങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളെ വലിയ ആളുകളാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള മട്ടിലാണ് നമ്മുടെ സുകുമാരി മുത്തശ്ശി അവരോട് സംസാരിക്കുന്നത്. അതും ആ സ്ത്രീകളോട്. അവരാണെങ്കിൽ അത്യാവശ്യം ഒരു തല്ലും ഗുണ്ടായിസൊക്കെ കയ്യിലുള്ള ആളുകളാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയണ്ടേ, നിങ്ങൾക്കേ ഈ കാറ്റുവാശ്ശേരി സുകുമാരി മുത്തശ്ശി എന്ന് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇവരോട് അങ്ങ് ചോദിക്കുമ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട്, ഇല്ലല്ലോ ഞങ്ങൾ കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അറിയാം, എന്നാൽ അത് ഞാൻ എല്ലാ തറവാട്ട് ജനിച്ചതാണ്, നല്ല അന്തസ്സുള്ള വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്, അല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ഈ ലോക്കൽസൊന്നും അല്ല ഞങ്ങൾ എന്നുള്ള മട്ടിൽ അങ്ങ് സുകുമാരി മുത്തശ്ശി അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട്, അതെ ഞങ്ങൾ ലോക്കൽസ് തന്നെയാണ്, എൻ്റെ പേര് കേട്ടാൽ ആർക്കും അറിയത്തൊന്നുമില്ല, പക്ഷേ എൻ്റെ പേര് കേട്ട് മുട്ട് വിറക്കാത്തവരുടെ മുട്ട് ഞാനങ്ങ് തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് കയ്യൊങ്ങി അങ്ങ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശിയുടെ വായടക്കാണ്. കാരണം ഇവർ അത്രയ്ക്ക് ശരിയല്ല, ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങേണ്ടി വരും ഇനി സംസാരിച്ചാൽ എന്നുള്ള നല്ല ധാരണ സുകുമാരി മുത്തശ്ശിക്ക് വരികയാണ്. അവൻ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി ഇവരോടൊന്നും ഒന്നിനും പോകണ്ട മുത്തശ്ശി, ഇവർ അത്ര ശരിയല്ല, നമ്മുടെ തടി കേടാകും എന്നുള്ളൊരു സൂചന നമ്മുടെ പ്രിയങ്ക അങ്ങ് സുകുമാരി മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശി അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീകൾ പറയുന്നുണ്ട്, അല്ല മേഡം പറഞ്ഞത് ഇവരെ നന്നായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യാനല്ലേ, അപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യാം, എന്തായാലും രാത്രി ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ നിൽക്കണേ. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം ഇവർ രാത്രി ഇവരെ അങ്ങ് വേദനിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളത്. അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം നല്ല വെടക്ക് സാധനങ്ങളാണെന്ന്. പക്ഷേ സുകുമാരി മുത്തശ്ശിക്കും പ്രിയങ്കയ്ക്കും ഇപ്പോൾ ചെറിയൊരു പേടി വന്നിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ബിഹേവിയറും ഇവരുടെ ആ ഒരു കൈബലൊക്കെ കണ്ടിട്ട് തന്നെ ചെറുതായിട്ട് അങ്ങ് പേടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശിയുടെ പുന്നാര പേരെക്കുട്ടി അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ് അവിടെ. ആ സ്ത്രീകളങ്ങ് അടക്കം പറയുന്നുണ്ട്, എന്തായാലും നല്ല രീതിയിൽ നോക്കണം എന്നല്ലേ പറഞ്ഞത്, രാത്രി കേട്ടെ ഇവരെ നന്നായിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു സൈഡിൽ പോയി അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി വേറൊരു സൈഡിലും പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവരുടെ ആ ഒരു സ്ത്രീകളുടെ നോട്ടവും ഭാവമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇവർക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സുകുമാരി മുത്തശ്ശിനോട് പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി അവരോട് വഴക്കിനും ഒന്നിനും പോകണ്ട, അവരെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക സുകുമാരി മുത്തശ്ശിനോട് പറയണം. അപ്പോൾ സുകുമാരി മുത്തശ്ശി ഓക്കെ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഇവരങ്ങനെ തുറിച്ച് ഇവരെ തന്നെ നോക്കി നിൽക്കണം. അത് കണ്ടിട്ട് തന്നെ സുകുമാരി മുത്തശ്ശിക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പറയാണ്, അയ്യോ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ശ്യാമയാണെങ്കിൽ അവിടെ ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് തൻ്റെ സ്വന്തം ജീവിതം അങ്ങ് അവസാനിപ്പിക്കണം എന്നൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ എപ്പിസോഡ് കഴിയാണ്. നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വരുണും രാധികയും കൂടി എത്രയും പെട്ടെന്ന് ആ കാറിൽ അങ്ങനെ സ്പീഡിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമൃതേടത്തിനോട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്, ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമൃതേടത്തി അങ്ങനെ അവരോട് സംസാരിക്കുന്നുണ്ട്. ആ ശ്യാമ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തണം, അല്ലെങ്കിൽ എൻ്റെ ശ്യാമ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ടൈപ്പ് ഡിസ്കഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമയാണെങ്കിൽ ആ പാട്ട് കഴിഞ്ഞ് അവരുടെ ആ കയ്യിലേക്ക് അങ്ങ് പിലിച്ചെടുത്ത് വായിലേക്ക് ഇടാൻ നിൽക്കുന്ന സമയത്ത് എന്തായാലും രാധിക ആ കാറിൽ നിന്ന് ഇറങ്ങി ശ്യാമയുടെ അടുത്തേക്ക് ഓടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കാം
ശ്യാമ ആ പിൽസ് കഴിക്കുന്നതിന് മുന്നേ തന്നെ രാധിക അവിടെ എത്തുമെന്നു. അല്ലെങ്കിൽ പിന്നെ ശ്യാമ കഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വേണമെങ്കിൽ രാധിക ആയിരിക്കും. എന്തൊക്കെ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ആൾ.